ഹലോ, വൈകുന്നേരം ഒരു 7 മണി ആയിക്കാണ് കേട്ടോ. പുറത്ത് നല്ലൊരു മഴയുടെ കോളുണ്ട്, ഇടി പൊട്ടുന്നുണ്ടോ. നമുക്കൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ. മീൻ കറിയല്ല, മീൻ പുളി. അതിനായി നമുക്ക് കുളത്തിൽ നിന്ന് കിട്ടിയ മീനാട്ടോ. അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് എണ്ണ ഒഴിച്ചു, അതിലേക്ക് വെന്തയം ഇട്ടു. ആ എണ്ണ നല്ലോണം ചൂടാകണ വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും പാടെ ചതച്ചതിട്ടുണ്ട്. ഞാൻ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചെറുള്ളിയില്ലേ, അത് തൊലി കളഞ്ഞ് ചതച്ചിട്ടിട്ട് കേട്ടോ. അമ്മീമ്മേ ചതച്ചിട്ട ചെറുള്ളിയാണേ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണക്കം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അതെ, ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. കുടംപുളി വെള്ളത്തിട്ട് വെച്ചിട്ട് അതിലിട്ടുണ്ടായി 2 എണ്ണം. നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കണം തക്കാളി, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ടായി. അത് നല്ലോണം ഇട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. നല്ലോണം പേസ്റ്റ് പരുവത്തിലാവണം, അങ്ങനെ വേണം കേട്ടോ. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പുളിവെള്ളം ഇല്ലേ, നാടൻ പുളിവെള്ളം വെള്ളത്തിട്ട് വെച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അതൊഴിച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക, തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലാവും. നമുക്ക് പുറത്ത് മഴ വീണ് കാണിച്ചാൽ കേട്ടോ. തുലാമഴ, കർക്കിടക മഴ, അങ്ങനെ എന്തൊക്കെ പറയും. നല്ല കാറ്റ് ഇടുവാളൊക്കെ മുന്നിട്ട് അത്രയും ഉഷ്ണിക്കുണ്ടായി. അപ്പോഴേക്കും നമ്മുടെ കറി തക്കാളിക്ക് നല്ലോണം ആയി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണം തിളയ്ക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് എരിവുണ്ടോ, പുളി ഉണ്ടോ, ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി വെക്കുക. ചിലർ മീനൊക്കെ വറ്റിക്കുന്ന സമയത്ത് അതിൽ കടുക് താളിച്ചിടും. പക്ഷെ നമ്മുടെ അവിടെ ഒന്നും കടുകിടില്ല, ഉലുവ മാത്രമേ ഇടുള്ളൂ. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ല നമുക്ക് ചാറ് അണച്ചാൽ അധികം കുറുക്കിയെടുക്കണ്ട. അത് ഞാൻ നല്ലോണം കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പുളിയിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുണ്ടല്ലോ, ഇപ്പം കഴിക്കണേക്കാളും നല്ലത് കാലത്ത് കഴിക്കില്ലേ, അത് നല്ല ടേസ്റ്റ് കേട്ടോ. ഉപ്പും പുളിയൊക്കെ എല്ലാം കൂടി സെറ്റായിട്ടുണ്ടാവും. മീനൊക്കെ എല്ലാം ഇട്ട് കൊടുക്കുക. ഈ മീന് നല്ല ടേസ്റ്റാണ് കേട്ടോ, വറ്റിച്ചെടുക്കാനൊക്കെ ആയിട്ട് കഴിക്കുമ്പം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം പാവത്തിനായിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊക്കെ വരുമ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ മീൻപുളി റെഡിയായി. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അമ്മയുടെ ചപ്പാത്തി ഉണ്ടാക്കിയത്, ചപ്പാത്തിയുടെ നമുക്ക് കഴിക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നു, കഴിക്കാം. അപ്പോൾ അതും കൂടി ഒഴിച്ച് നന്നായിട്ട് വെക്കാം. സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിട്ടോ. ഓക്കെ, താങ്ക് യു.